ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മ പറഞ്ഞതിനനുസരിച്ച് നമ്മുടെ ഗൗതം ഹണിമൂണിന് പോകുന്ന കാര്യം നന്ദയോട് പറഞ്ഞു. പക്ഷെ നന്ദയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അതിനൊന്നും പോകാനാണ് തീരെ താല്പര്യമില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ പോയി എങ്ങനെ അടിച്ചു പൊളിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ച ഗൗതത്തിനോട് ചോദിക്കുമ്പോൾ ഗൗതം പറഞ്ഞു, അതിനിതൊരു അടിച്ചുപൊളി യാത്രയായിട്ട് കാണാതിരുന്നാൽ പോരെ, ഇവിടുത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് തൽക്കാലം നമ്മൾ മാറി നിൽക്കുന്നു, അത്രയായി കണ്ടാൽ പോരെ, അപ്പോൾ പിന്നെ എന്താ പ്രശ്നം? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം അല്ല ഗൗതം സാർ? എങ്കിൽ ഒരു കാര്യം എനിക്ക് തന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ, നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോയി ഈ വീട്ടിൽ തിരിച്ചു വരുന്നത് വരെ 4 പേരെന്നോട് പറയരുതെന്ന് പറഞ്ഞു. ഒന്ന് വസന്തേട്ടൻ, പിന്നെ ഒന്ന് ചിഞ്ചുമോള്, ഒന്ന് പ്രിയേച്ചി, പിന്നെ പിങ്കി അല്ലേന്ന് ചോദിച്ചു. അതിന്ന് നന്ദയുടെ മുഖത്ത് നോക്കി ഗൗതം തലയാട്ടുക. ഓക്കെ, ഏറ്റിരിക്കുന്നു. ഇവിടുന്ന് നമ്മൾ ഇറങ്ങി പിന്നെ തിരിച്ച് ഈ വീട്ടിൽ കയറുന്നത് വരെ ഈ 4 പേര് ഞാൻ ഉച്ചരിക്കത്തേയില്ല. എന്താ പോരേന്ന് ചോദിച്ചു. മതിയെന്നും പറഞ്ഞ് നമ്മുടെ ഗൗതവും ഹാപ്പിയായി. ഗൗതം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നന്ദ ഇങ്ങനെ അവിടെ നിൽക്കുക. എന്തായാലും നന്ദയ്ക്ക് വളരെ സന്തോഷമായി. ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഗൗതത്തിന് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം നന്ദയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഗൗതം സാറിൻ്റെ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കേണ്ടത് നന്ദയാണെന്നും നന്ദയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നന്ദ അതിനെ എസ് മൂളി അങ്ങനെ നിൽക്കുക. അങ്ങനെ അവരവിടെ പോകാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളെല്ലാം നടന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം നേരെ ചെന്ന് ലക്ഷ്മിയോട് പറഞ്ഞു, അമ്മേ പോകുന്ന കാര്യം നന്ദ സമ്മതിച്ചു. നന്ദയ്ക്ക് സന്തോഷമായി, നന്ദ അതിനെ അംഗീകരിച്ചു എന്നുള്ള കാര്യം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലക്ഷ്മിക്കും ഹാപ്പിയായി. ലക്ഷ്മി വേഗം നന്ദയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് മരുമോളോട് പറയാണ്, മോളെ എന്തായാലും നിങ്ങൾ പോകാൻ തീരുമാനിച്ചത് വളരെ നല്ല കാര്യമാണെന്നും ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും എൻ്റെ മോളെ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുക, അതുകൊണ്ട് തന്നെ എൻ്റെ മോള് ഇവിടെ നിന്ന് കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കുമെന്ന്. അപ്പം ഞങ്ങൾ മാറി നിൽക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരം നമ്മുടെ നന്ദയും പറഞ്ഞു, അപ്പോൾ കൊച്ചു കള്ളി നീയാണല്ലേ ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞങ്ങനെ അമ്മയോട് ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ നമ്മുടെ നന്ദ സംസാരിക്കുന്നു. ഈ പ്രശ്നങ്ങൾക്കിടയിൽ പെട്ട് എൻ്റെ നന്ദമോൾ ഒരുപാട് ടെൻഷനും ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം അമ്മയ്ക്കറിയാം. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് പെരുമാറേണ്ടത് അമ്മയല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ സംസാരിച്ചു. പിന്നെ ഈ കാര്യം ഇവിടെ എല്ലാവരോടും പറയുമ്പോൾ എന്തായിരിക്കും പ്രതികരണം എന്ന് നന്ദ ചോദിച്ചപ്പോൾ അവർക്കെല്ലാവർക്കും ഹാപ്പി ആയിരിക്കും, കാരണം അത്രയും ദിവസം മോളെ കാണണ്ടല്ലോ അതുകൊണ്ട്. പക്ഷേ പിങ്കിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാകാനുള്ള വഴിയുണ്ട്, അപ്പോൾ അത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവരുടെ ആരുടെയും പേരെന്നോട് പറയരുതെന്നൊക്കെ ഗൗതം സാറ് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യം നന്ദ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതുപോലെ അത് അങ്ങനെ ചെയ്താൽ മതി. അവൻ പറഞ്ഞു ശരിയല്ലേ, നിങ്ങളുടെ സന്തോഷത്തിനിടയിലേക്ക് ദുഃഖം കൊണ്ടുവരുന്ന ഒന്നും നിങ്ങൾ വലിച്ചഴക്കരുതെന്നൊക്കെ പറയുക. അങ്ങനെ ഇവർ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ച് തീരുമാനിച്ചു. പിന്നെ പോകുന്ന ദിവസവും അതുപോലെ തന്നെ സാധനങ്ങൾ എടുത്തു വയ്ക്കാനുള്ള കാര്യവും ഒക്കെ ഇവരിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വേറെ ആരും ഇതിപ്പോൾ തൽക്കാലം അറിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരോടും ഇത് അവതരിപ്പിക്കണം, അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. അങ്ങനെ ഇവരെല്ലാം 2 പേരും കൂടി അവിടെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഒരു ഗ്യാങ് അങ്ങ് കൂടിയേക്കോ. സ്ഥിരമായിട്ടൊരു കൂട്ടം ഉണ്ടല്ലോ, ആ ഒരു കൂട്ടം അവിടെ കൂടിയിരിക്കുന്നു. പെണ്ണുങ്ങളെല്ലാം കൂടെ പരദൂഷണം പറയാനും അതുപോലെ നന്ദക്കിട്ട് എങ്ങനെ പണി കൊടുക്കാം എന്നൊക്കെയുള്ള ഒരു ഗവേഷണത്തിൽ തന്നെ. അങ്ങനെ ആ ഒരു ആൾക്കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഇന്നലെ വസന്തിൻ്റെ അടുത്ത് പോയിട്ട് വന്നതാണ് നന്ദ. പോയിട്ട് വന്ന സമയത്ത് നമ്മളെ എല്ലാവരെയും ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചിരുന്നു അവൾ. പക്ഷെ അതിനുശേഷം അവളുടെ അനക്കമൊന്നുമില്ലല്ലോ, അവളൊരു അക്ഷരം പോലും പിന്നീട് പറഞ്ഞിട്ടില്ലല്ലോ എന്നും പറഞ്ഞു മോഹിനി. അതെന്തുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറയാത്തത്, അല്ലെങ്കിൽ അവൾ അതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കാത്തത്? എന്തോ ഒന്നുണ്ട്, അല്ലെങ്കിൽ അവൾ അങ്ങനെ അടങ്ങിയിരിക്കില്ല. എന്തോ ഒരു പ്രശ്നം. ഇനിയിപ്പോൾ വസന്തിൻ്റെ വീട്ടിൽ ചെന്നപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ, അതുകൊണ്ടായിരിക്കോ ഇനി അവളൊന്നും മിണ്ടാത്തത് എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് മോഹിനി ചോദിച്ചപ്പം ഉണ്ടായിക്കാണും വസന്തേട്ടൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ വലിയ ആള് കളിച്ച് കാണും നന്ദേച്ചി, അപ്പോൾ ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞ് നന്ദേച്ചി അവിടെ നിന്ന് നാട്ടി ഇറക്കി വിട്ട് കാണും വസന്തേട്ടൻ. അതിൻ്റെ ചമ്മലിലും നാണക്കേടിലും ആയിരിക്കും ഇവിടെ വന്ന് അത്രയും ഷോയൊക്കെ കാണിച്ചത്. പിന്നെ അതിനുശേഷം ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പവിത്രയുടേതായ ഭാവനയിൽ കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കും എന്ന് മോഹിനിയും പറഞ്ഞു. അങ്ങനെ വസന്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരിക്കലും നന്ദ ഇങ്ങനെ അടങ്ങിയിരിക്കില്ല. വസന്ത് അവളെ ആട്ടി ഇറക്കിയിട്ട് തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞ് ഇവരങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ പിങ്കി ഇവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇരുന്ന് കേട്ടു. അരുന്ധതിയുടെ വക അരുന്ധതി പറയുന്നു, മോഹിനി അതുപോലെ തന്നെ പവിത്ര, ഇവരെല്ലാവരും ഇവരുടെ മനസ്സിലെ സാങ്കല്പിക കഥ അവിടെ ഇരുന്ന് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് പിങ്കി പറഞ്ഞു, അതെ നിങ്ങളെല്ലാവരും പെട്ടെന്ന് കയറി നന്ദയെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട. നിങ്ങളാരും ഉദ്ദേശിക്കുന്നവളല്ല നന്ദ, നമ്മളൊന്നും ചിന്തിക്കുന്നത് പോലും അല്ല നന്ദ എന്താണ് ചിന്തിക്കുന്നതെന്നും നന്ദ എന്താണ് പ്രവർത്തിക്കുന്നതെന്നും ഒരു പരിധിവരെയൊക്കെ എനിക്കറിയാൻ കഴിയും.
പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, മറിച്ച് കുതിച്ച് ചാടാനാണെന്ന് കേട്ടിട്ടില്ലേ? അത് പറഞ്ഞതുപോലെയാണ് നന്ദയുടെ കാര്യം. അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾ സ്പോട്ടിൽ കാര്യം എറിയുമ്പോൾ മാത്രമേ നമ്മൾ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നന്ദയുടെ കാര്യത്തിൽ എല്ലാവരും എപ്പോഴും ശ്രദ്ധാലുക്കളായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. നന്ദ എന്ത് ചെയ്യും, എങ്ങനെ പ്രതികരിക്കും, ഇതൊന്നും നിങ്ങളാരും പറയേണ്ട കാര്യമില്ലെന്ന്. അപ്പോൾ പിങ്കി ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ, പിങ്കിയുടെ അനുഭവമാണല്ലോ പിങ്കി ഇരുന്ന് പറയുന്നത്, അത് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ മോഹിനി പറഞ്ഞു, ആ ശരിയാ, പിങ്കിമോള് പറഞ്ഞത് കറക്റ്റാ. അവൾ എന്താണ് ചെയ്യുന്നതെന്ന് അവൾക്ക് പോലും ചില സമയത്ത് അറിയില്ല. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അവൾ വേറെയാണ് പറയുന്നത്. അവൾക്ക് മെൻ്റൽ ഇതുള്ള രീതിയിൽ അവൾ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നന്ദയുടേതായ ഒരു ട്രിക്കാണെന്ന് നേരത്തേക്കും പിങ്കി പറയാം. അവൾ എന്തുദ്ദേശിച്ചാലും അവിടെ കൊണ്ടെത്തിക്കാൻ വേണ്ടി അവൾ ഏതറ്റം വരെയും പോകും. അത്തരത്തിലുള്ള ഒരു സ്വഭാവക്കാരിയാണ് നന്ദ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദയെ വളരെ മോശക്കാരിയാക്കി സംസാരിക്കാനായിട്ടാണ് പിങ്കി സമയം കണ്ടെത്തുന്നതും പറയുന്നതും. അപ്പോൾ ഇതെല്ലാം എസ്സും മൂളുന്ന കുറേ എണ്ണങ്ങളാണല്ലോ ചുറ്റിനും ഇരിക്കുന്നത്. അവറ്റകളെല്ലാം അത് അങ്ങനെ തന്നെ ആണെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ നന്ദയ്ക്ക് ഒരു പേരൊക്കെ ഇട്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നു. അല്ലെങ്കിൽ നന്ദ ഇന്നതാണ് എന്ന് പരസ്പരം പറഞ്ഞ് നന്ദയെ പേടിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നു. നന്ദ എന്തു വേണമെങ്കിലും ചെയ്യും. നന്ദ ചെയ്യുന്നിടത്ത് ഇവർക്കത് തടുക്കാൻ പറ്റില്ല എന്നുള്ളൊരിത്. അപ്പം ഇന്ത്യഭരത്തിലെ ഏഷണിക്കൂട്ടങ്ങൾ നന്ദയെ പേടിച്ച് വരച്ച് മൂലയ്ക്കൊതുങ്ങാൻ തന്നെ തീരുമാനിച്ചു. അവസരം വരട്ടെ, അന്നേരം നമുക്ക് പ്രതികരിക്കാം എന്നുള്ളൊരിതിൽ അങ്ങനെ ആ ഒരു സംഭാഷണം ആ ഏഷണിക്കൂട്ടം അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദയും ഗൗതവും ഹണിമൂണിന് പോകുന്ന വിവരം അറിയിക്കാനുള്ള ആ ഒരു സമയവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ലക്ഷ്മിയും അതുപോലെ ഗൗതവും നന്ദയും ഒക്കെ കൂടി ഇങ്ങനെ വരും. അപ്പോൾ ഇവർ 3 പേരും കൂടെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാക്കി ഏഷണിക്കൂട്ടങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുക. ദൈവമേ, പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് വരുന്നുണ്ട്, നന്ദ എന്തോ കോളപ്പിച്ചിട്ടാണ് വരുന്നത് എന്നൊക്കെ ഉള്ള ആ ഒരു ഇതിൽ ഇവരിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാവരും വന്നിങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി ഏട്ടത്തി എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, നിൻ്റെ മരുമകൾ എന്താ അടുത്തത് വല്ലതും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇനി എൻ്റെ മരുമകൾ കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ഒന്നും ഒപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കും. പ്രത്യേകിച്ച് പിങ്കി, കുറച്ച് ദിവസത്തേക്കൊന്നും ഒപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അതിൻ്റെ അർത്ഥം എന്താ? അതെന്താ നിൻ്റെ മരുമകൾ എന്താ എങ്ങോട്ടെങ്കിലും പുറപ്പെട്ടു പോവുകയാണോ എന്ന് ചോദിച്ചു അരുന്ധതി. പുറപ്പെട്ടു പോകുമെന്നല്ല, പക്ഷെ ഒരു വഴി വരെ പോവുക. പോയിട്ട് വരുന്നത് വരെ എന്തായാലും നന്ദമോൾ ഇനി ഒന്നിനും ഇല്ലെന്ന് പറഞ്ഞു. എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ നന്ദ പോവുകയാണെന്ന് കേട്ടപ്പോൾ പിങ്കിക്ക് സന്തോഷമായി. അപ്പോൾ എങ്ങോട്ടാ നിൻ്റെ മരുമകളുടെ യാത്ര എന്ന് അരുന്ധതി ചോദിച്ചപ്പോൾ ഗൗതവും നന്ദയും കൂടി ചേർന്ന് ഒരു യാത്ര പോവുകയാണെന്നും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞേ തിരിച്ചു വരുവുള്ളൂ എന്നും പറഞ്ഞു. അവർ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും എങ്ങും മാറി നിന്നിട്ടില്ലല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും ഒന്ന് പോയി മനസ്സൊക്കെ ഒന്ന് തണുപ്പിച്ചിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിങ്കി ഞെട്ടി. തമ്പുരാൻ, ഈ ഒരു ഹണിമൂൺ യാത്രയാണെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി പറയുമ്പോൾ ഈ ഹണിമൂൺ യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രീതിയിലും ഗൗതത്തിനെയും നന്ദയും കൂടെ അകറ്റാനായിട്ട് കഴിയില്ലെന്നുള്ള കാര്യം പിങ്കിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പിങ്കി ഇങ്ങനെ ഇപ്പം ഈ പ്രശ്നമൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ പോകേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. ഈ പ്രശ്നങ്ങൾ ഇവിടെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് അവർ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചത് എന്ന് നമ്മുടെ ലക്ഷ്മി അന്നേരം പറയാം. ഒട്ടും ദഹിക്കാൻ കഴിയാതെ അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പിങ്കി എന്നിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ മാക്സിമം ഇവരെ വിടാതിരിക്കാൻ വേണ്ടിയുള്ള ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഇറക്കാം. അപ്പോൾ പിങ്കി അവിടെ കിടന്ന് തലയും കുത്തി ശ്രമിക്കുന്നത് നമ്മുടെ മറ്റ് പൂതനകൾക്ക് മനസ്സിലായി. അവറ്റകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക, കൂടെ നിന്ന് കാല് വാരുന്ന ഇനങ്ങളാണ്. അത് അറിയാമായിരുന്നിട്ടും പിങ്കി അവർക്ക് വേണ്ടി നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ പിങ്കിക്ക് ഒരാവശ്യം വന്നു കഴിയുമ്പോൾ പിങ്കി എല്ലാം കൂടെ കൈയൊഴിഞ്ഞു. അങ്ങനെ ഈ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ഇവർ പോവുകയാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചതുപോലെയായി നമ്മുടെ പിങ്കിക്ക് പിന്നെ അവിടെ ഇരിക്കണോ, കുറ്റം പറയണോ, ഓടണോ, നടക്കണോ, ഇതൊന്നും അറിയാത്തൊരവസ്ഥ. പിങ്കി എന്നിട്ട് ഇങ്ങനെ ആകെ വെപ്രാളം കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൗതത്തിനോട് സംസാരിക്കാനായിട്ട് ഗൗതത്തിൻ്റെ അരികിലേക്ക് ചെന്നു. എന്താ ഗൗതം എന്നെ വഞ്ചിക്കുകയാണ്, ഗൗതം ഇന്ന് അവളെയും കൊണ്ട് ഹണിമൂണിന് പോകുന്നു, അതിൻ്റെ ആവശ്യമുണ്ടോ, ഞാനിവിടെ എന്തിനിരിക്കുന്നതാ, ഗൗതത്തെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന എനിക്ക് എന്നെ എന്തിനാണ് വില വയ്ക്കാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പം പിങ്കിയോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്നും ഞാൻ എൻ്റെ ഭാര്യയുമായി പുറത്തു പോകുമ്പോൾ അതെങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു, ഇതൊന്നും അന്വേഷിക്കേണ്ടതായ ഒരു കാര്യവും പിങ്കിക്കില്ല. അതൊന്നും പിങ്കിയെ ബാധിക്കുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ പിങ്കി അതിൽ തലയിടേണ്ട കാര്യമില്ല എന്നുള്ള കാര്യവും നമ്മുടെ ഗൗതം അങ്ങ് പറഞ്ഞില്ലേ. ഗൗതം അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് ഭയങ്കര കലിപ്പ്. കാരണം പിങ്കി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു യാത്ര. അങ്ങനെ പിങ്കിക്കിട്ടുള്ള ആ ഒരു ഇടിവെട്ട് പണിയും കൊടുത്ത് നന്ദയെയും കൂട്ടി ഹണിമൂണിന് നമ്മുടെ ഗൗതം പോകുന്നു, പിങ്കിയെ വെല്ലുവിളിക്കുന്നു. ഇത് കേട്ടോണ്ടാണ് നമ്മുടെ നന്ദ വരുന്നത്. അത് കേൾക്കുന്ന നന്ദ വളരെ ഹാപ്പി ഗേളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. കാരണം പിങ്കിയുടെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ. ഗൗതം സാറ് പറഞ്ഞ കാര്യം നമ്മുടെ നന്ദ വന്ന് പറഞ്ഞു.
പിങ്കിയോട് പറഞ്ഞു. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് പിങ്കി എന്ന പേര് ഉച്ചരിക്കരുതെന്നാണ് സാർ എന്നോട് പറഞ്ഞിരിക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചിരി മൂപ്പിച്ചങ്ങ് കൊടുക്കുകയും കൂടെ ചെയ്തു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിയുടെ ഗ്യാസ് അങ്ങ് പോയി. എന്തായാലും പിങ്കിക്കിട്ടുള്ളത് പിങ്കിക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസറിനുള്ളത് സീസർ എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട രീതിക്ക് കൊടുത്തിട്ട് തന്നെയാണ് നമ്മുടെ ഗൗതം നന്ദയെ കൂട്ടി പോകാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രസകരമായ ഒരു കഥയാണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.